അയൽക്കാരെയും നാട്ടുകാരെയും സ്നേഹിക്കുന്നതിൽ പാർട്ടിയും പന്തിയും നോക്കാത്ത കെ എം മാണി ശത്രുക്കളിൽ ചിലരെ മിത്രങ്ങളാക്കുന്ന ഉദ്യമത്തിലാണിപ്പോൾ. അതിനിടെ മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാവുന്നു. ഏക കേരള കോൺഗ്രസിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചെങ്കിലും അതുവഴി UDF-ലെ തന്നെ ഐക്യം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാക്രമണത്തെയും പ്രതിരോധിക്കാൻ പോകുന്ന കെ എം മാണിയുടെ എല്ലാ വാഗ്വൈഭവവും പരീക്ഷിക്കപ്പെടുന്ന സമയം. അദ്ദേഹം സംസാരിക്കുന്നു നേരെ ചൊവ്വയിൽ. കേരള കോൺഗ്രസ് ലയനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അഭിമുഖം. ഈ കേരള കോൺഗ്രസുകളിലെ ലയന വാർത്ത പുറത്തു വന്നത് മുതൽ PJ ജോസഫിനെതിരെ ആരോപണങ്ങൾ വരുന്നു, അപവാദങ്ങൾ വരുന്നു. ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന ചുമതല കെ എം മാണി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ വയസ്സുകാലത്ത് ഇങ്ങനൊരു തലവേദനയുടെ ആവശ്യമുണ്ടായിരുന്നു? പല തലവേദനകളും വരും. പക്ഷേ ഇതൊക്കെ നേരിടാനൊക്കെ തയ്യാറായിക്കൊണ്ടല്ലേ ഐക്യമെന്ന് പറയുന്നത്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണല്ലോ ഐക്യമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായതുപോലൊരു തലവേദന ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്ത് തലവേദന ഉണ്ടായാലും ഇനി ഇതിന് പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നം പറ്റുകയല്ലോ, പ്രായോഗികമല്ലല്ലോ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞരിൽ ഒരാളാണ് കെ എം മാണി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആളുകൾക്ക് കുറച്ച് സംശയം, ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കുള്ള സംശയം അതുകൊണ്ടാവും. ഇപ്പോൾ ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് PC ജോർജിയുമായിട്ടൊരു സന്ധി ഉണ്ടാക്കിയതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ ഒരു ശല്യം ഒഴിവാക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഈ ലയനത്തിൻ്റെ പിന്നിലുണ്ടോ? ഇപ്പം കെ എം മാണിക്ക് ഉപമുഖ്യമന്ത്രി ആവണമെന്നും ഞാനൊരു തമാശയായിട്ട് ഞാനൊന്ന് പറയാം, എന്നെ വളരെ ചെറുതാക്കരുത്. എന്തിനാ ഉപമുഖ്യമന്ത്രി പദം? മുഖ്യമന്ത്രി പദം എന്താ കൂടാത്തതിന് കേരള കോൺഗ്രസിന്? പക്ഷേ ഒരു കാര്യം പറയാം, ഞങ്ങൾ അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഒരു മുഖ്യമന്ത്രിയോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. ഞങ്ങളൊരു സ്റ്റേറ്റ് പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഞങ്ങൾ നാഷണൽ പാർട്ടിയല്ല. ഞങ്ങളൊരു സ്റ്റേറ്റ് പാർട്ടി ആകുമ്പോൾ ഞാൻ ഈ മുഖ്യമന്ത്രി പദം ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് മുഖ്യമന്ത്രി ആകണം എനിക്ക്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആകണം, ഇങ്ങനെയൊന്നും ഒരു ആഗ്രഹത്തിൻ്റെ പേരിലല്ല. അതിനേക്കാൾ വലുത് കേരള കോൺഗ്രസിൻ്റെ ഐക്യമാണ്. അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. കേരള കോൺഗ്രസിന്റെ ഐക്യത്തിന് വേണ്ടിയാണെങ്കിലും ഈ ഐക്യം ഉണ്ടാക്കിയ രീതിക്ക് ചില പിഴവുകൾ സംഭവിച്ചു എന്ന് മാണി സാർ തന്നെ സമ്മതിക്കില്ലേ? ഒന്ന്, UDF-ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഘടകകക്ഷി ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്നൊരു ചിന്താഗതി പൊതുവേ ഉണ്ട്. രണ്ട്, ഈ ഇടതുമുന്നണിയോട് എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വേണ്ട വിധം വ്യക്തമാക്കിയിട്ടല്ല ജോസഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒരു വെളിപാട് പോലെ ആയിപ്പോയി. പക്ഷെ അതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈ ജോസഫിന് പരാജയം ഉണ്ടായി എന്ന് സമ്മതിക്കും. അങ്ങനെ ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ. പക്ഷേ ഞാൻ ജോസഫിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ജോസഫിൻ്റെ പ്രമേയത്തിൽ 2-3 അംശങ്ങളുണ്ട്. അതിൽ ഒരംശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയത്തെപ്പറ്റി, ഒരംശം എന്ന് പറഞ്ഞ് വികസനത്തെപ്പറ്റി. അതൊക്കെ അൺടൈമിലി ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിമർശനം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ കൺക്ലൂഡിങ് പോർഷനുണ്ട്. ആ പ്രമേയത്തിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ്, ഐക്യ കേരള കോൺഗ്രസ് എന്ന ഒരു ആശയം കേരള കോൺഗ്രസിന്റെ ചിരകാലാഭിലാഷമാണ്. ഇത് തന്നെയാണ് അത് വേണ്ടത്ര ഊന്നലിൽ പറഞ്ഞു. ഇപ്പോൾ PKV അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ഈ മുന്നണിയിൽ നിന്ന് പോന്നപ്പോൾ PJ ജോസഫ് വേണ്ടത്ര ശക്തിയോടെ ഈ ഒരു സന്ദേശം പറഞ്ഞു. അത് സന്ദേശം വാക്കാൽ പറഞ്ഞില്ലായിരിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 79-ൽ PKVക്ക് ഞങ്ങളോടൊന്നും പറയാതെ, ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതരോട് പറഞ്ഞു, ചാനലുകാരൻ എന്നോട് ചോദിച്ചും പറഞ്ഞു, PKV കിടങ്കൂരി ഞാൻ പാലായില്ല, അയിലൊക്കെങ്കാനായി എന്നോട് പോലും പറഞ്ഞില്ല, കോൺഗ്രസിനോട് പറഞ്ഞില്ല. കോൺഗ്രസ് ആണല്ലോ പങ്കാളിത്തത്തിലാണല്ലോ മന്ത്രിസഭ ഉണ്ടായിരുന്നത്. അന്ന് PKV ചെയ്തത് ശരിയാണെങ്കിൽ ഈ ഐക്യത്തിന് വേണ്ടി PJ ജോസഫ് ഇങ്ങോട്ട് സംക്രമിച്ചാൽ എന്ത് തെറ്റെന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ കേരള കോൺഗ്രസിനെ മനസ്സിലിരുന്നത് ജോസഫ് വരുമ്പോൾ കേരള കോൺഗ്രസ് ശക്തി ആർജിക്കും, കുറച്ചുകൂടി ശക്തി വരും. ഞങ്ങളുടെ ശക്തി UDF-നാണ്. ഈ അരുവി വെള്ളമില്ലെങ്കിൽ നദിയിലേക്ക് വെള്ളം വരുമോ? നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഈ അരുവികളിൽ ജലമുണ്ടെങ്കിൽ മാത്രമേ നദിയിൽ വെള്ളം വരുള്ളൂ. ഈ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ശക്തിയില്ലെങ്കിൽ ഈ മുന്നണിക്ക് വല്ല പ്രയോജനമുണ്ടോ? അപ്പൊ ഞങ്ങൾ ശക്തി ആർജിക്കുമ്പോൾ UDF-ഉം ശക്തി ആർജിക്കും. ഒരുപാട് അരുവികൾ വന്ന് നദി കര കവിഞ്ഞൊഴിയാൽ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളും നോക്കേണ്ടതല്ലേ? ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഉദ്ദേശശുദ്ധി എല്ലാം മാനിച്ചാൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് UDF ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ അതിലെ കാരണവ സ്ഥാനത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആ കാരണവരെ അറിയിക്കാതെ ഒരു കല്യാണം ഉറപ്പിച്ചതുപോലെയല്ലേ ഈ ലയനം നടന്നത്? നിയമപരമായി പറയുമ്പോൾ ഒരു കക്ഷി വേറൊരു കക്ഷിയിലേക്ക് ലയിക്കുന്നത് ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിലേക്ക് എത്രയോ ലയനങ്ങൾ നടന്നു, ഞങ്ങളോട് വല്ലതും ചോദിച്ചിട്ടാണോ? അല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എത്രയോ ലയനം നടന്നു, PJ ജോസഫിനോട് ചോദിച്ചിട്ടാണോ? അല്ല. ഒരു കക്ഷിയിൽ നിന്ന് വേറൊരു കക്ഷിയിലേക്ക് ഒരാൾ ലയിച്ചാൽ അതവിടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ സൗഹൃദത്തിലിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ലയിക്കാൻ പോവുകയാണ് എന്ന് സാമാന്യ മര്യാദയ്ക്ക് പറയണ്ട. അതാണ്
2008 നവംബർ മാസത്തിൽ ഓപ്പണായിട്ട് പ്രസ് കോൺഫറൻസിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന പി ജെ ജോസഫ് രാജിവെച്ച് ഇങ്ങോട്ട് വരണം, ഈ കൂട്ടായ്മയിൽ ചേരണം, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർന്നു എന്ന് മാത്രമല്ല ജോണിക്കുട്ടി, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒരു യാഥാർത്ഥ്യമാകാതെ നമ്മളൊരു കല്യാണം നടത്തുക, പെണ്ണും ചിലക്കൊണ്ട് നമ്മുടെ മകളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മകൻ കല്യാണം കിട്ടുക, ഒരാലോചന ഒരു ബ്രോക്കർ വന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അയൽവക്കത്തെല്ലാം പറയുമോ അയ്യോ ഞങ്ങളുടെ കല്യാണമായി കേട്ടോ ഇനി വരാമെന്ന്. നമ്മളിത് പതുക്കെ വെക്കുള്ളൂ. നടക്കുവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ചേരുവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടേ പുറത്ത് വിടുള്ളൂ. അങ്ങനെ ഒരു ധാരണയല്ല ഇപ്പൊ ആലോചനയും പിന്നെ ഈ വിവാഹവും തമ്മിൽ ഒരു സമയം ഞാൻ പറഞ്ഞത് നടന്നു എന്നാണ് തോന്നലുണ്ട്. ഇവിടെ ജോസഫിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ആലോചന നടക്കുക. അത് ജോസഫും ഞാനുമായിട്ടല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ മധ്യസ്ഥന്മാരായിട്ട് ഓരോരുത്തർ ഓരോ കല്യാണ വേദിയിൽ ഒക്കെ കാണുമ്പോൾ, മീറ്റിങ്ങിൽ കാണുമ്പോൾ, അവിടെ കണ്ടുമുട്ടുമ്പോൾ ഒക്കെ എന്താ ഇത് ഒന്നിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ഉത്കടമായ ആഗ്രഹങ്ങൾക്ക് രൂപം കൊടുത്തതായത്. ആ ഉത്കടമായ ആഗ്രഹത്തിൻ്റെ രൂപം കൊടുക്കുമ്പോൾ എല്ലാവരും അതിനെപ്പറ്റി പറയും. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ജോസഫും ഞാനും കൂടെ, എന്നെ സംബന്ധിച്ച് പറയാം, ഞാൻ എപ്പോഴും ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ്. ഞങ്ങൾ നമുക്ക് ആകാം, ജോസഫും ഒരു ഘട്ടത്തിൽ ഐക്യമാകാം എന്ന്. ജോസഫ് ഐക്യം ആകാം എന്നുള്ള എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് അത് മാത്രം പറഞ്ഞതല്ലാതെ ഞങ്ങളുമായിട്ടൊരു ഐക്യ ചർച്ചയിലേക്ക് കയറിയില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ വന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, പത്രങ്ങൾ വെടിപൊട്ടിച്ചു, അവരങ്ങോട്ട് കയറ്റി എഴുതി, സീറ്റുകൾ എഴുതി, അത് എഴുതി, 2ാം കക്ഷിയാകാൻ പോകുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, 2ാം കക്ഷിയാകാൻ പോകുന്നു, ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു കോലാഹലവും ഒരു ബഹളവും ഇവിടെ സൃഷ്ടിച്ചു. അതിൽ മാധ്യമത്തിന് കുറെ പങ്കുണ്ട്. അപ്പോഴത്തേക്കും ജോസഫിനൊരു വിഷമം, ഇടതുപക്ഷക്കാർ സംശയത്തോടെ ജോസഫിനെ വീക്ഷിക്കുന്നു, ജോസഫിനെ അവിടെ നിൽക്കാൻ മേല, അവിടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പാടാത്ത ചുറ്റുപാട്, എത്രയും നേരത്തെ ഇറങ്ങിപ്പോന്നാൽ മതി എന്നുള്ള രീതി. അങ്ങനെ വന്നപ്പോൾ വേണ്ട തയ്യാറെടുപ്പോ വേണ്ട രീതിയിലുള്ള പ്രസ്താവനയോ വേണ്ട നിലയിൽ പ്രവർത്തിക്കുകയോ ചെയ്തുകൊണ്ട് ഇറങ്ങാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം ജോസഫിനോട്, എനിക്ക് ഉമ്മൻചാണ്ടി രമേശ് ഞങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിലല്ലേ പറയുള്ളൂ. പക്ഷേ ഞാൻ 4 ദിവസം മുമ്പ് ഈ ജോസഫ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉമ്മൻചാണ്ടിയോടും രമേശിനോടും ഞാൻ സംസാരിച്ചു. ഞാൻ ഇത് തന്നെ പറഞ്ഞു, രമേശേ, ഉമ്മൻചാണ്ടി സ്നേഹത്തോടുകൂടി പറയട്ടെ, ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഞാനിത് നിങ്ങളോട് ഇത്രയും പറയാതിരുന്നതിൻ്റെ കാര്യം ഇതൊന്ന് ഷെയ്പ്പ് ചെയ്യട്ടെ, ഇതാണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ പറയേണ്ടത്. അതിന് എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ എന്ന് വിളിച്ചു, നമുക്ക് വരാം, ഞാൻ കന്റോൺമെന്റ് വരാം, ഉമ്മൻചാണ്ടിയായിട്ട് കാണാം, KPCC ഓഫീസിൽ വരാം, കാണാം, ഇതിന് വല്ലതും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അതിനപ്പുറം ഈ ഒരുപക്ഷെ ഈ ചർച്ച ചെയ്ത് UDF-ൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ ലയനം നടക്കാൻ സാധ്യതയില്ലായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലല്ല, UDF-ൽ ചർച്ച ചെയ്യണോ വേണ്ടോ നയപരമായ ഒരു കാര്യമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയപരമായ ഒരു സമീപനം എന്ന് പറയുന്നത് UDF-ൽ ചർച്ച ചെയ്ത് UDF-ന്റെ അംഗീകാരം വാങ്ങേണ്ട ഒരു വിഷയമല്ല ലയനം. എന്നാൽ UDF-ന്റെ ഘടകകക്ഷിയാക്കണമെന്നെങ്കിൽ ചർച്ച വേണം. Different people, one home. ManoramaOnline.com, your home